നമസ്കാരം. 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാർ, സംശുദ്ധ ഭരണം നടത്തിയിട്ടുള്ള ഒരു സർക്കാർ, ആ സർക്കാരിന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഒരു മന്ത്രിയെ പിള്ളേരെ കൊണ്ട് അടി കൊടുപ്പിക്കണം, അല്ലെങ്കിൽ പിള്ളേരെ അടിച്ചു എന്ന് പരാതി പറയണം എന്ന് പറയുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ കേരളത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭരണ കേട്ട് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഞാൻ ആലോചിക്കും. ഏ? എന്തൊരു നാണക്കേടാണ്. 10 വർഷം ഭരിച്ചു, ഓക്കെ, അതിൽ അവസാനത്തെ 5 വർഷത്തെ ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് എന്ന് പറയുന്നത്. ആ വീണ ജോർജിനെ KSUവിന്റെ 4 പിള്ളേരെ ഒന്ന് അടിച്ചു എന്നാ പറയും. അങ്ങനെ അടിച്ചു എന്ന് പറയുമ്പോൾ അടി കിട്ടി എന്ന് പറയുന്ന ഒരു നാണക്കേടുണ്ട് കുറച്ചെങ്കിലും. നമ്മളൊക്കെ സാധാരണ നമ്മുടെ ആരെങ്കിലും വന്ന് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു എന്ന് പറയാറില്ല. കിട്ടിയത് 2 വാങ്ങിക്കിട്ടോ ഒക്കെ സമാധാനം അങ്ങ് പോകാനാണ് പതിവ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. നമ്മളെക്കാളും പവർ കുറഞ്ഞ ഏതെങ്കിലും അവിടെ ഇവിടെ കിടക്കുന്ന ആരെങ്കിലും 2-3 വന്ന് തല്ലി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നാണക്കേടാണ്. 10-30 തടിമാടന്മാരായിട്ട് പോലീസുകാർ ചുറ്റും കാവലുണ്ട്, അല്ലേ? ഇത്തരത്തില് എന്തെങ്കിലും സമരം നടക്കുമെന്നോ പ്രതിഷേധം നടക്കുമെന്നോ മുൻകൂട്ടി പറയും, പോലീസുകാരെ അറിയിക്കുമോ. ഒരെണ്ണം അറസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകില്ല, വണ്ടിയൊക്കെ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിലും കുറച്ച് പോലീസുകാർ എന്തായാലും ഉണ്ടാവും. നമ്മളെ മന്ത്രിയല്ലേ, നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ 10-30 പോലീസുകാരെ ഈ 4 ചെറുപ്പക്കാര് പിള്ളേരന്മാര് എടുത്ത് ചുരുട്ടി കൂട്ടിയതിനു ശേഷം മന്ത്രിയെ എടുത്തിട്ട് അലക്കിന്ന് പറയുമ്പോൾ എവിടെ ചെന്ന് നിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ മികവ് എന്ന് പറയുന്നത്. ഇവിടെ വലിയൊരു പണി കിട്ടിയത്, സത്യത്തിൽ പാളിപ്പോയത്, ഈ കമ്മി എന്ന് പറയുന്ന ആ വാക്കിന് അന്വർത്ഥമായ അർത്ഥതലങ്ങൾ നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഗളമത്തെ പ്രവഹിച്ചിട്ടുള്ള ആ അർത്ഥ വിന്യാസങ്ങളുടെ പ്രവാഹം പക്ഷേ കേരള സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസിന്റെ വിഭാത മനസ്സായിരിക്കും, വിഭ്രാന്ത ചിന്തകളായിരിക്കും എന്ന് കരുതിയതാണ്. സംഗതി അവിടെ പെട്ടുപോയി. സംഗതി കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണല്ലോ ഈ റെയിൽവേ എന്ന് പറയുന്ന, റെയിൽവേ പോലീസ് എന്ന് പറയുന്നത്. അത് ചിന്തിച്ചില്ല. ഇവിടെ സെക്രട്ടേറിയറ്റ് ആയാലും മറ്റേത് സർക്കാർ ഓഫീസിലായാലും പാർട്ടിക്ക് ദോഷകരമായി സംഭവിക്കാൻ സാധ്യതയുള്ള രേഖകളൊക്കെ കത്തിപ്പോവുക, പാർട്ടി നേതാക്കൾക്ക് പണിയാകുമെന്ന് കണ്ടിട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ അവർ മെമ്മറി കാർഡൊക്കെ എടുത്തുകൊണ്ട് പോവുക, ഇതൊക്കെ അവരുടെ ഉത്സവ പ്രവൃത്തിയാണ്. റെയിൽവേ സ്റ്റേഷനിലും ഇത് തന്നെ ചെയ്യാമെന്നാണ് കരുതുന്നത്. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ഇവിടെ കളികൾ നടന്നില്ല. ആ ഹാർഡ് ഡിസ്ക് പൊക്കിക്കൊണ്ട് പോകാം എന്നൊക്കെയാണ് കരുതിയിരുന്നത്, അല്ലെങ്കിൽ അത് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നതായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ CCTV ദൃശ്യങ്ങൾ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ആ ദൃശ്യങ്ങൾ കോപ്പി ചെയ്ത് വെച്ചിട്ടാണ് പോണത്. പണി ഇങ്ങോട്ട് കിട്ടരുതല്ലോ. സംഗതി പണി പാലംവെള്ളത്തിൽ കിട്ടിയതും അതുകൊണ്ടാണ്. ഈ മന്ത്രി അതുവഴി നടന്നു പോകുമ്പോൾ മന്ത്രിയുടെ അടുത്തേക്ക് ഒരാൾ പോലും ചെല്ലുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ കിട്ടിയില്ല. സത്യത്തിൽ മന്ത്രിയുടെ പെരടി അടിച്ചു കുളിക്കിയത് പോലീസുകാരാണ്. 2021 ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് മന്ത്രിക്ക് സംഭവിച്ചിരുന്നു. അന്ന് കഴുത്തിലും മറ്റും പ്രശ്നം ഉണ്ടായിരുന്നു. കുറെ കാലം കവറൊക്കെ കോളറൊക്കെ ഇട്ടുകൊണ്ടാണ് നടന്നിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം SFI പിള്ളേരുടെ ആക്രോശിച്ചുകൊണ്ട് ചാടി ആ പഴയ നിലയൊക്കെ മറന്ന് സ്വന്തം ആരോഗ്യമൊക്കെ മറന്ന് നെട്ടിച്ചാടി ഇങ്ങോട്ട് പോവുകയും ചെയ്തു. അതിനിടയിൽ മന്ത്രി ഈ KSUവിന്റെ പിള്ളേരെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ കിടന്ന് പിടിക്കുകയും ചെയ്തു. എല്ലാം കൂടെ ആയപ്പോ അവരുടെ പെരടിക്കോട് പിടുത്തം എല്ലാം കൂടി ആയപ്പോൾ സംഗതി പെരടി ഇങ്ങോട്ട് ഇളകി. ഇതാണ് പണി പാളിയത്. മന്ത്രിയുടെ പെരടിക്ക് വേദന ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. പെരടിക്ക് വേദനയുണ്ട്. അവർ ICUയിൽ അഡ്മിറ്റ് ചെയ്തത് ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കും. കാര്യം അന്ന് ശരീരം മൊത്തം ഇളകിയതാ, കഴുത്തൊക്കെ പ്രശ്നമായിരുന്നു. ആ കൈയുടെ മുറിവ് പക്ഷെ ഇതിനകത്ത് വെച്ചിട്ടാനുള്ള ശ്രമങ്ങളാണ് പാളിയത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSUവിന്റെ പിള്ളേര് അടിച്ചതാണ്, അല്ലെങ്കിൽ KSUവിന്റെ പിള്ളേർ കയറി നിരങ്ങിയിട്ടാണ് മന്ത്രിക്ക് പരിക്ക് പറ്റിയത് എന്നുള്ളൊരു പ്രചരണം. ആ പ്രചരണത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിടുക എന്നുള്ളതാണ്. 10 വർഷം ഇവിടെ കഴിഞ്ഞു. ഈ 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്ക് പറ്റില്ല. പകരം ക്രമസമാധാനം ഇല്ലാത്തൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അത് മുഴുവൻ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അണികളുടെ KSUവിന്റെ ഒക്കെ മേലെ വെച്ച് ചാർത്തി വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സൂത്രത്തിൽ വിജയിച്ച് കയറാം. പറ്റിക്കാം, നാട്ടുകാരെ പറ്റിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ പറ്റിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിത നാടകമായിരുന്നു ഈ അടി നാടകം എന്ന് പറയുന്നത്. ആദ്യം എന്താ, KSU പ്രവർത്തകരുടെ നേരെ 5 പേരങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ ആകെ. ആ 4-5 പേരുണ്ടായിരുന്നു. അവരുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് മന്ത്രി കടന്നു ചെല്ലുന്നത്, വാടാ പോടാ നിക്കടാ കാണാടെന്ന് ചലഞ്ച് ചെയ്തുകൊണ്ട് പോകുന്നത്, വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്നത് വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. അതായത് ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്നത് KSUവിന്റെ പ്രവർത്തകരല്ല, മന്ത്രിയാണ്. ആ നിലയിൽ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്ന ആ മന്ത്രി ആ ഒച്ചന്റെയും വെള്ളത്തിന്റെയും ആ ചാട്ടത്തിന്റെയും ഫലമായിട്ട് കഴുത്തുളുക്കി. ഉളുക്കല്ല, നേരത്തെ ഉണ്ടായിരുന്നത് ഇളകി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വേദന വരും. ഈ കഴുത്തിനൊക്കെ വേദന വന്നാലേ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞങ്ങോട്ട് ഇളകി അങ്ങോട്ട് ഉച്ചിമ കയറും. ചിലപ്പോൾ അത് തോളത്തൂടി ഇങ്ങ് കൈമൊക്കെ ഇറങ്ങും.
MRIയിലൊക്കെ അത് കാണുകയും ചെയ്യും. കാര്യമൊക്കെ ശരിയാണ്. ICUലാക്കിന് നമ്മൾ കുറ്റമൊന്നും പറയില്ല. പക്ഷെ അത് KSUവിന്റെ പിള്ളേരുടെ അടി കിട്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ പെരടിക്ക് വെച്ച് കെട്ടുന്നതാണ് കുഴപ്പം. അല്ല, എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയമുള്ളത്, ഒരു മന്ത്രി 5 കൊല്ലം അവിടെ ഭരിച്ചൊരു മന്ത്രി, ആ മന്ത്രി നല്ല രീതിയിലുള്ള ഒരു ഭരണം ഇവിടെ കാഴ്ചവെച്ചു. കേരളം, ആരോഗ്യ കേരളം നമ്പർ 1 ആക്കി. അങ്ങനെ നമ്പർ 1 ആക്കിയ ഒരു മന്ത്രി ഇറങ്ങി നടന്നപ്പോ നാട്ടുകാർ പിള്ളേർ എടുത്തിട്ട് പെരുമാറി എന്ന് പറയുന്നത്, അതും സ്വയം പറയുന്നത്, എന്നതേ അവരുടെ അടുത്ത് പെരുമാറി എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ്. നമ്മളൊക്കെ സാധാരണ പറയുന്നത് അങ്ങനെ ആരെങ്കിലും പെരുമാറുന്നുണ്ടെങ്കിൽ ഒരു കാരണമുണ്ടാകും. ഇത്തരത്തിൽ എന്നെ പെരുമാറി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ മന്ത്രി ഈ നാട് എങ്ങനെയായിരിക്കും ഭരിച്ചിട്ടുണ്ടാകുക എന്നല്ലേ നാട്ടുകാർ മനസ്സിലാക്കുന്നത്. ഇനി മലയാളികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് കരുതാം. ഈ മന്ത്രിയെ തല്ലി എന്ന് പറയുന്നത് നാടൊട്ടുക്ക് അറിയില്ലേ, ഇന്ത്യ മുഴുവൻ അറിയില്ലേ. കേരളത്തിലെ ഒരു മന്ത്രി 10 വർഷം ഇവിടെ തുടർഭരണം നടത്തിയിട്ടുള്ള ഒരു സർക്കാരിന്റെ 2ാം പകുതിയിലെ പ്രഗത്ഭയായ ഈ കേരളത്തെ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആക്കിയിട്ടുള്ള ഒരു മന്ത്രി, ആ മന്ത്രി വഴിയിറങ്ങി നടന്നപ്പോ 2 പീക്കിരി പിള്ളേർമാർ ചെന്ന് അടിച്ച് ഊറക്കിട്ടുമെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ, ഈ രാജ്യത്തിന്റെ മറ്റ് സ്റ്റേറ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണത്തെക്കുറിച്ച് അവർ വിലയിരുത്തിയത് എങ്ങനെ? ബംഗാളും ത്രിപുരയും വിട്, അവർക്കറിയാം എങ്ങനെയാണ് സംഭവിക്കുന്നത്. അവർക്കാണെങ്കിൽ നേരെ കൊടുത്തേനെ, ഇങ്ങനെ പറയുകയല്ല ചെയ്യാം. അങ്ങോട്ട് കാണാൻ ചെന്നാണ് ഈ നാടകം കളിക്കുന്നുണ്ടെങ്കിൽ അവരെടുത്തിട്ട് കളക്കി. എന്നാൽ ഇവിടെ അതൊന്നും ചെയ്തില്ല. ഇവിടെ കരിങ്കൊടി കാണിക്കുമ്പോഴാണ് പ്രശ്നം. അല്ല, ഞാൻ ഒരു നിമിഷം ആലോചിക്കുന്നത്, ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ നടന്നല്ലോ, ഒരു ധൂർത്ത്. അത് ധൂർത്താണ് എന്ന് ചൂണ്ടിക്കാണിച്ച് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പോയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടല്ലോ, അവരുടെ തല ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും അടിച്ച് പൊട്ടിച്ച് അവരെ നടു തല്ലി പൊളിച്ച് കൈയും കാലും തല്ലി ഒടിച്ച് അത്രത്തോളം അവരെ നശിപ്പിച്ച് ആരോഗ്യം മുഴുവൻ കേടുവരുത്തിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി എന്നാ പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നാണ്, അല്ലെ? അതായത് ഒരാളുടെ നടുവും തല്ലി ഒളിച്ച് തലയും തല്ലി പൊളിച്ച് അയാളെ ജീവിക്കാൻ കൊള്ളാത്ത വിധത്തിലാക്കിയാൽ അത് രക്ഷാപ്രവർത്തനം. ഇവിടെ പ്രതിഷേധ സൂചകമായിട്ട് ഒരു കരിങ്കൊടി ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ അത് കൊലപാതക ശ്രമം. കൊള്ളാല്ലേ? എന്തൊരു കേരളം! 10 വർഷം ഇവർ എവിടെ നോക്കിയാണ് ഭരിച്ചത്, എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഈ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്ന് വളരെ വ്യക്തമാണ്. ഇനി അതല്ല, അടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹാനുഭൂതിയിൽ 10 വോട്ട് തേടുന്നുണ്ടെങ്കിൽ അതിലും വ്യക്തമാണ്. ഇനി അത്തരത്തിലൊരു ഗതികേട് പറയേണ്ട ഒരു ഗതികേട് ഒരു മന്ത്രിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലും അത് വ്യക്തമാണ്. Different angles. Don't forget to subscribe and support this channel.